ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്നും ഗാഡ്ജറ്റുകളിൽ നിന്നും നിർണായക വിവരങ്ങൾ പ്രതീക്ഷിച്ച അന്വേഷണ സംഘം കോടതിയിൽ നിന്ന് അന്വേഷണ സംഘം കൈപ്പറ്റിയ ഉപകരണങ്ങൾ സൈബർ സെല്ലിന് കൈമാറി. ഇതിന്റെ പരിശോധനയിൽ കേസിലെ ഒന്നാം പ്രതി ഇഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കസ്റ്റഡിയിലുള്ള 3 പ്രതികളെയും നാളെ വീണ്ടും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇതൊരു വലിയ ശൃംഖലയാണ് എന്ന് തന്നെയാണ് കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ വേണം. ഇവരാരെയൊക്കെ ലക്ഷ്യമിട്ടു, എങ്ങനെയാണ് ആ ലക്ഷ്യത്തിലേക്ക് ഇവർ എത്തിയിരുന്നത്, അത് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പരിശോധനയിൽ കിട്ടുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, വിജിലൻസിന്റെ ഒരു പ്രതീക്ഷ അതാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നമുക്കറിയാം, ഇതിൽ ഒന്നാം പ്രതിയായ ഇഡി ഉദ്യോഗസ്ഥൻ ഈ ശേഖർ കുമാറിന് ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ്. അത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും അതിനുവേണ്ടി കുറെ കൂടി തെളിവുകളുടെ ഒരു അഭാവം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് കോടതിയിൽ നിലനിൽക്കുന്ന, കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് അടക്കമുള്ള തെളിവുകൾ ഇക്കാര്യങ്ങളിൽ വേണം. എങ്കിൽ മാത്രമേ അതുമായി അറസ്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ഔദ്യോഗികമായി ഇഡിയെ കൃത്യമായ രേഖാമൂലം തന്നെ അറിയിക്കുന്നതിനെല്ലാം തന്നെ ഇത്തരം തെളിവുകളും ആവശ്യമാണ്. നിലവിൽ ഇപ്പോൾ അറസ്റ്റിലുള്ള 3 പ്രതികളുടെയും മൊബൈൽ ഫോണുകളും അവരുടെ ഓഫീസുകൾ പരിശോധിച്ച് ലഭിച്ച വിവരങ്ങൾ, അത്തരം ഡാറ്റകളും ഇതെല്ലാം തന്നെയും കണ്ടെടുത്തു എങ്കിൽ കൂടി അതിൻ്റെ ഒരു വിശദമായ പരിശോധനയിലേക്ക് വേണം. കഴിഞ്ഞ ദിവസമാണ് കോടതിയുടെ പക്കൽ നിന്ന് ഇത് അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും അതിൽ പല വിവരങ്ങളും അതിൽ നിന്ന് മായ്ക്കപ്പെടാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അപ്പോൾ അത് വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിന് സൈബർ സെല്ലിൻ്റെ അടക്കമുള്ളൊരു സഹായം തേടിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഉള്ള ഒരു സാങ്കേതിക പരിജ്ഞാനത്തോടു കൂടി ഇതെല്ലാം വീണ്ടെടുക്കാൻ കഴിയും. ഇത് നിർണായക വിവരമായി മാറുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. നാളെ വരെയാണ് അവരെ ചോദ്യം ചെയ്യാനുള്ളൊരു കാലാവധി എന്ന് പറയുന്നത്. കസ്റ്റഡി അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നാളെ കോടതിയിൽ ഇവരെ വീണ്ടും ഹാജരാക്കുമ്പോൾ വിവരങ്ങൾ പുതുതായി സമർപ്പിക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ കുറെ കൂടി ആ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിന് നൽകുകയും വേണം. അതാണ് ഈ പരിശോധന ഇപ്പോൾ വളരെ ഊർജിതമായി നടക്കുന്നത്. ഈ ഡിജിറ്റൽ വസ്തുക്കളുടെ അടക്കം പരിശോധന നടക്കുന്നത്. ആ വിവരങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ ശേഖർ കുമാറിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്നത് ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് വിജിലൻസിനുള്ളത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ അതുമാത്രം പോരാ, മറ്റു ചില വിവരങ്ങൾ കൂടി വേണം. അതിനുവേണ്ടിയുള്ള ഊർജിത ശ്രമമാണ് വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത്തരം പരിശോധനകൾ തുടരുകയാണ്. നാളെ കോടതിയിൽ ഇവരുടെ ഒരു കസ്റ്റഡി സംബന്ധിയായ കാര്യങ്ങൾ സംബന്ധിച്ച ചോദ്യം ചെയ്യുന്നതിനുള്ള വിശദാംശങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കും. മാത്രവുമല്ല, ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനെല്ലാം തന്നെ വിജിലൻസ് ഉദ്ദേശിക്കുന്നുണ്ട്. 3 പേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലടക്കം നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനു മുൻപായിട്ട് ഇവരെ ഇന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്നടക്കമുള്ള വിവരങ്ങൾ കൂടി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് വിജിലൻസ് മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രധാന വാർത്തയുടെ